സ്റ്റുഡൻസ്. അപ്പോൾ നമ്മളിനി ഇപ്പോൾ കേവ് ഫിറ്റിംഗ്, നമ്മൾ ഈ സെക്കൻഡ് മൊഡ്യൂളിൽ ഫസ്റ്റ് ചാപ്റ്റർ കേവ് ഫിറ്റിംഗ് ആയിരുന്നു, അത് കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ചാപ്റ്ററാണ് കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഉദ്ദേശിക്കുന്നത് എന്താണ്, രണ്ടോ അതിലധികമോ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് ഈ കോറിലേഷനും റിഗ്രഷനും അതാണ് അവിടെ നമ്മൾ ചെയ്യണത്. രണ്ടിൽ കൂടുതലോ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഇതിലൂടെ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചത് ഒരു വേരിയബിൾ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഇൻകത്തിനെ കുറിച്ചിട്ട്, അതിൻ്റെ ഒരു മീന്, പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സ്ക്യൂനസ്, കർട്ടോസിസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ പഠിച്ചു. അങ്ങനെ ഒരൊറ്റ വേരിയബിളിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ പഠിച്ചത്. ഇനി രണ്ടോ അതിൽ കൂടുതലോ വേരിയബിൾസിൻ്റെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു കുട്ടിയുടെ ഹൈറ്റും വെയ്റ്റും തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ, റെയിൻഫോൾ ആൻഡ് ഈൽഡ് ഓഫ് ക്രോപ്സ്, പ്രൈസ് ആൻഡ് ഡിമാൻഡ് എക്സെട്ര. അപ്പം അങ്ങനെ രണ്ടോ അതിൽ കൂടുതലോ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പഠിക്കുക, അതാണ് ഇതിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്താ പറയുക, ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പിലുള്ള പഠനങ്ങൾ നടത്തിയിട്ടുള്ളത് ഫ്രാൻസിസ് ഗാൾട്ടൺ ആൻഡ് കാൾ പിയേഴ്സൺ, അങ്ങനെ രണ്ട് സയൻറ്റിസ്റ്റുകളാണ്. നമുക്ക് എന്താണ് കോറിലേഷൻ നോക്കാം. അപ്പോൾ കോറിലേഷൻ ഈസ് എ സ്റ്റാറ്റിസ്റ്റിക് ഫൈൻഡിങ് ഔട്ട് ഡിഗ്രി ഓർ സ്ട്രെങ്ത് ഓഫ് അസോസിയേഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾസ്. അതായത് ഡിഗ്രി ഫൈൻഡ് ഔട്ട് ചെയ്യാം, അങ്ങനെയുള്ള ഒരു മെഷറാണ്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷറാണ് കോറിലേഷൻ. ബൈ അസോസിയേഷൻ വി മീൻ ദ ടെൻഡൻസി ഓഫ് ദ വേരിയബിൾസ് ടു മൂവ് ടുഗെദർ. അപ്പോൾ ഇവിടെ അസോസിയേഷൻ എന്ന് ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ രണ്ട് വേരിയബിൾസും ഒരുമിച്ച് മൂവ് ചെയ്യാം, അതിൻ്റെ ഒരു ടെൻഡൻസി. അതായത് ഇപ്പോൾ ടു വേരിയബിൾസ് എക്സ് ആൻഡ് വൈ ആർ സോ റിലേറ്റഡ് ദാറ്റ് മൂവ്മെൻറ്റ്സ് ഇൻ വൺ, അതായത് എക്സിലുള്ള മൂവ്മെൻറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് വൈയിലും മൂവ്മെൻറ്റ്സ് ഉണ്ടോ എന്ന് നോക്കുക. ഇപ്പോൾ രണ്ട് വേരിയബിൾസാണ് എക്സും വൈയും, അപ്പോൾ എക്സിലുള്ള മൂവ്മെൻറ്റ്സിനനുസരിച്ച് വൈയിലും മൂവ്മെൻറ്റ്സ് ഉണ്ടോ എന്നുള്ളത് നോക്കുക. അങ്ങനെ മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എക്സും വൈയും കോ റിലേറ്റഡ് ആണെന്ന് പറയും. ദ മൂവ്മെൻറ്റ് മേ ബി ഇൻ ഡയറക്ഷൻ. അപ്പോൾ എക്സും വൈയും ഇപ്പോൾ എക്സ് കൂടുമ്പോൾ വൈയും കൂടുന്നുണ്ട്, ഒരേപോലെ കൂടുന്നുണ്ട്, എക്സിലുള്ള ഒരു ചേഞ്ച് വൈയിലും ചേഞ്ച് ആക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സും വൈയും കോ റിലേറ്റഡ് ആണെന്ന് പറയും. ഇനി അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, അത് അൺകോറിലേറ്റഡ് ആണെന്ന് പറയും. ഇനി ചിലപ്പോൾ എക്സ് കൂടുന്നതിനനുസരിച്ച് വൈ കുറയാം, അങ്ങനത്തെ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ റെയിൻഫോളും ചിലപ്പോൾ ക്രോപ്പൊക്കെ ചിലപ്പോൾ വലിയ റെയിൻഫോളൊക്കെ ഉണ്ടായാൽ നാശനഷ്ടങ്ങൾ സംഭവിക്കുക, അപ്പോൾ ക്രോപ്പിൻ്റെ ഇതിനനുസരിച്ച് ചിലപ്പോൾ കുറയാം, അപ്പോൾ ചിലത് കൂടുക ചെയ്യാം. അപ്പോൾ ചിലപ്പോൾ രണ്ടും ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും മൂവ് ചെയ്യാം. അപ്പോൾ ദ മൂവ്മെൻറ്റ്സ് മേ ബി ഇൻ ദി സെയിം ഡയറക്ഷൻ, ദാറ്റ് ഈസ് എയ്തർ ബോത്ത് എക്സ് ആൻഡ് വൈ ഇൻക്രീസ് ഓർ ബോത്ത് ഓഫ് ദം ഡിക്രീസ്. സെയിം ഡയറക്ഷനിൽ മൂവ് ചെയ്യാം, ഓർ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതായത് ഒന്ന് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് ഡിക്രീസ് ചെയ്യാം, അങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാം. അപ്പോൾ കോറിലേഷൻ ഈസ് സെഡ് ടു ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ് അക്കോർഡിംഗ് ആസ് ദീസ് മൂവ്മെൻറ്റ്സ് ആർ ഇൻ ദ സെയിം ഓർ ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. മൂവ്മെൻറ്റ്സ് സെയിം ഡയറക്ഷനിലാണെങ്കിൽ കോറിലേഷൻ നമ്മൾ പോസിറ്റീവ് ആണെന്ന് പറയും, അല്ലെങ്കിൽ കോറിലേഷൻ എന്ത് പറയും, നെഗറ്റീവ് ആണെന്ന് പറയും. ഇഫ് വൈ ഈസ് അൺഅഫക്റ്റഡ് ബൈ എനി ചേഞ്ച് ഇൻ എക്സ്, അപ്പോൾ എക്സിലുള്ള ചേഞ്ച് ഒന്നും വൈയിനെ ബാധിക്കണില്ലെങ്കിൽ ദെൻ എക്സ് ആൻഡ് വൈ ആർ സെഡ് ടു ബി അൺകോറിലേറ്റഡ് ആണ്. റിലേറ്റഡ് അല്ല, നമ്മൾ സാധാ ഉപയോഗിക്കുന്ന വാക്കാണ് റിലേറ്റഡ് എന്നുള്ള വാക്ക്. അപ്പോൾ അത് പറഞ്ഞാൽ എക്സും വൈയും റിലേറ്റഡ് ആണോ എന്നുള്ളത് നോക്കുക, അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, കോറിലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ LR എന്ന് പറയുന്നത്, LR കോണർ എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റിൻ്റെ ഇതിൽ പറയുമ്പോൾ ഇതിനെ ചുരുക്കിയിട്ട് ഇതിൻ്റെ ഒരു ഡെഫിനേഷൻ പറയുന്നത്, കോറിലേഷൻ്റെ ഡെഫിനേഷൻ പറയുന്നത്, ഇഫ് ടു ഓർ മോർ ക്വാണ്ടിറ്റീസ് വാരി ഇൻ സിമ്പതി സോ ദാറ്റ് മൂവ്മെൻറ്റ്സ് ഇൻ ദ വൺ ടെൻഡ് ടു ബി അക്കമ്പാനീഡ് ബൈ കറസ്പോണ്ടിങ് മൂവ്മെൻറ്റ്സ് ഇൻ ദി അതർ, ദെൻ ദേ ആർ സെഡ് ടു ബി കോറിലേറ്റഡ്. അപ്പോൾ ഇതിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു LR കോർണറിൻ്റെ ഡെഫിനേഷനാണ്. അപ്പോൾ അങ്ങനത്തെ ഡെഫിനേഷൻസൊക്കെ നോക്കി വെക്കണം, ചിലപ്പോൾ ചോദിക്കാം. ഇനി കോറിലേഷൻ മേ ബി ലീനിയർ ഓർ നോൺ ലീനിയർ. ലീനിയർ എന്ന് പറഞ്ഞാൽ എന്താ, അതായത് ഒരു ലീനിയർ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മാത്തമാറ്റിക്കലി ഒരു ഇക്വേഷൻ ലീനിയർ ആണെന്ന് പറയാം പവർ 1 ആകുമ്പോൾ. ഇപ്പോൾ y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് ലീനിയർ ഇക്വേഷനാണ്, കാരണം എക്സിൻ്റെ പവർ അവിടെ 1 ആണ്. പിന്നെ y ഈക്വൽ ടു എക്സ് സ്ക്വയർ, അങ്ങനത്തെ ഒരു എക്സ് സ്ക്വയർ എന്നൊക്കെ പറഞ്ഞാൽ ലീനിയർ അല്ല, കാരണം അത് നോൺ ലീനിയർ, അത് എക്സ് സ്ക്വയർ വരുന്നില്ല. ലീനിയർ എന്ന് പറഞ്ഞാൽ പവർ 1 ആവുന്നത്, അപ്പോൾ എക്സ് സ്ക്വയർ എന്നൊക്കെ പറയുമ്പോൾ ക്വാഡ്രാറ്റിക് ആണ്. അപ്പോൾ ഈ കോറിലേഷൻ എന്താവാം, ലീനിയറോ അല്ലെങ്കിൽ നോൺ ലീനിയറോ ആവാം. ഇഫ് ദ എമൗണ്ട് ഓഫ് വേരിയേഷൻ ഇൻ എക്സ് ബിയേഴ്സ് എ കോൺസ്റ്റൻറ്റ് റേഷ്യോ ടു ദ കറസ്പോണ്ടിങ് എമൗണ്ട് ഓഫ് വേരിയേഷൻ ഇൻ വൈ, അതായത് എക്സ് വാരി ചെയ്യുന്നതിനനുസരിച്ചിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് വൈ വാരി ചെയ്യണതെങ്കിൽ നമ്മളെന്ത് പറയും,
എക്സും വൈയും ലീനിയർ ആയിട്ടാണ് മൂവ് ചെയ്യണതെന്ന് പറയും. Then correlation between x and y is said to be linear. Otherwise it is non-linear. ഇനി കോറിലേഷൻ കോഎഫിഷ്യൻ്റ്. അപ്പോൾ ഈ കോറിലേഷൻ കോഎഫിഷ്യൻ്റിനെയാണ് നമ്മൾ എന്ത് വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നത്? R വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഇതെന്താ മെഷർ ചെയ്യുന്നത്? മെഷേഴ്സ് ഡിഗ്രി ഓഫ് ലീനിയർ റിലേഷൻഷിപ്പ്. അവ തമ്മിലെ ലീനിയർ റിലേഷൻഷിപ്പാണ് കോറിലേഷൻ കോഎഫിഷ്യൻ്റ്. എത്രത്തോളം റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ലീനിയറെ കൺസിഡർ ചെയ്യണുള്ളൂ, നോൺ ലീനിയർ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ ഈ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് പറഞ്ഞാൽ ഇപ്പോൾ എക്സും വൈയും തമ്മിൽ എത്രത്തോളം റിലേഷൻഷിപ്പ് ഉണ്ട് ആ ഒരു ഡിഗ്രി മെഷർ ചെയ്യുന്ന ഡിഗ്രിയാണ് ഈ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് കൊണ്ട് മെഷർ ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ R വെച്ചിട്ട് ഡിനോട്ട് ചെയ്യും. പിന്നെ ദാറ്റ് ഈസ് ലീനിയർ കോറിലേഷൻ. അപ്പോൾ ലീനിയർ റിലേഷൻഷിപ്പ് ഓർ ലീനിയർ കോറിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾസ്. ഇനി ഈ കോറിലേഷൻ ഡിറ്റർമൈൻ ചെയ്യാനുള്ള 3 മെത്തേഡുകൾ പറയുന്നുണ്ട്. ഒന്ന് സ്കാറ്റർ ഡയഗ്രാം, ഒന്ന് കോവേരിയൻസ് മെത്തേഡ് ഓർ കാൾ പിയേഴ്സൺസ് മെത്തേഡ്, പിന്നെ അതർ വൺ റാങ്ക് മെത്തേഡ്. അപ്പോൾ ഈ 3 മെത്തേഡ് നമുക്ക് പഠിക്കണം. അപ്പോൾ ഫസ്റ്റ് എന്താണ് സ്കാറ്റർ ഡയഗ്രാം നോക്കാം. അപ്പോൾ എന്താണ് സ്കാറ്റർ ഡയഗ്രാം പറഞ്ഞാൽ ദ എക്സിസ്റ്റൻസ് ഓഫ് കോറിലേഷൻ ക്യാൻ ബി ഷോൺ ഗ്രാഫിക്കലി ബൈ മീൻസ് ഓഫ് സ്കാറ്റർ ഡയഗ്രാം. അപ്പോൾ സ്കാറ്റർ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ഉണ്ട്. നമ്മളൊരു ഗ്രാഫിക്കലി പിക്ചർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്കാറ്റർ ഡയഗ്രാം. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ റിലേറ്റിംഗ് ടു സൈമിൾട്ടേനിയസ് മൂവ്മെൻറ്റ്സ് ഓർ വേരിയേഷൻസ് ഓഫ് 2 വേരിയബിൾസ് ക്യാൻ ബി ഗ്രാഫിക്കലി റെപ്രസെൻറ്റഡ് ബൈ പോയിൻറ്റ്സ്. അപ്പോൾ എങ്ങനെയാണിത് ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് നോക്കാം. വൺ ഓഫ് ദ 2 വേരിയബിൾസ് സേ എക്സ്. അപ്പോൾ നമ്മൾ 2 വേരിയബിൾസ് എടുക്കുകയാണ് വിചാരിക്കുക, എക്സും വൈയും. അപ്പോൾ എക്സ് ഈസ് ഷോൺ അലോങ് ദ ഹൊറിസോണ്ടൽ ആക്സിസ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂസ് ഹൊറിസോണ്ടൽ ആക്സിസ്, അതായത് എക്സ് ആക്സിസിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക, അതായത് OX എന്ന് പറയുന്നത് എക്സ് ആക്സിസ്. ആൻഡ് ദ അതർ വേരിയബിൾ വൈ അലോങ് ദ വെർട്ടിക്കൽ ആക്സിസ്, അതായത് വൈൻ്റെ വാല്യൂസ് നമ്മൾ വെർട്ടിക്കൽ ആക്സിസും കൊടുക്കാം. ഇനി ആൾ ദ പെയർസ് ഓഫ് വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ. പിന്നെ എക്സിനും വൈക്കും ഓരോ റിലേഷൻഷിപ്പ് ഉണ്ടാവുമല്ലോ. അപ്പോൾ എക്സിന് ഇത്ര, അതിന് കറസ്പോണ്ടിങ് വൈ എത്രയാണോ അത് നമ്മൾ എന്ത് ചെയ്യുക? പോയിൻറ്റ്സ് ആക്കി ഡോട്ട് ആക്കിയിട്ട് ഇങ്ങനെ ഗ്രാഫ് പേപ്പറിൽ മാർക്ക് ചെയ്ത് വെക്കുക. ദിസ് ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ബൈവേരിയേറ്റ് ഡാറ്റ. ബൈവേരിയേറ്റ് എന്ന് പറഞ്ഞാൽ 2 വേരിയബിൾ ഡാറ്റ ഈസ് നോൺ ആസ് സ്കാറ്റർ ഡയഗ്രാം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സ്കാറ്റർ ഡയഗ്രാം. അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ഗ്രാഫ് വരയ്ക്കണ പോലെ തന്നെ ഇവിടെ നമുക്ക് എക്സും വൈയും ഉണ്ടാവും. അപ്പോൾ എക്സിന് ഇത്രയെന്ന് പറയുമ്പോൾ അതിന് കറസ്പോണ്ടിങ് വൈയും ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ എക്സ് വൈ നമ്മൾ സാധാ ഗ്രാഫ് വരയ്ക്കണ പോലെ തന്നെ. പക്ഷേ നമ്മൾ വരക്കൊന്നുമില്ല, ജസ്റ്റ് ആ ഡോട്ട് ഇടണം മാത്രമേ ഉള്ളൂ. പിന്നെ അത് യോജിച്ച് വരക്കണമൊന്നുമില്ല, ഡോട്ട് ചെയ്തിട്ടാണ് പോണത്. The scatter diagram of these points also the direction of the scatter reveals the nature and strength of the correlation between the 2 variables. അപ്പോൾ സ്കാറ്റർ ഡയഗ്രത്തിൽ നിന്നും അതിൻ്റെ ഡയറക്ഷനിൽ നിന്നും അതിൻ്റെ നേച്ചറും സ്ട്രെങ്ത് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ 2 വേരിയബിൾസ്. അപ്പോൾ കോറിലേഷൻ്റെ ആ സ്ട്രെങ്ത്തും നേച്ചറും നമുക്ക് കിട്ടും. ഇനി നമുക്ക് 1-2 എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ ഈ ഒരു ഇത് നോക്കാം, ഈ ഫസ്റ്റ് ഗ്രാഫ് നോക്കാം. അപ്പോൾ ഇതിൽ എക്സും വൈയും കറസ്പോണ്ടിങ് ആയിട്ട്, എക്സിന് കറസ്പോണ്ടിങ് വൈ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ കറക്റ്റ് കോറിലേറ്റഡ് ആണ്, രണ്ടും റിലേറ്റഡ് ആണ് അല്ലേ. കറസ്പോണ്ടിങ് എക്സിന് കറസ്പോണ്ടിങ് വൈക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ മൂവ് ചെയ്യുന്നുണ്ട്. ഇത് സ്ട്രെയിറ്റ് ലൈൻ തന്നെയാണ്, പക്ഷേ അത് താഴത്തേക്കാണ് അതിൻ്റെ ഡയറക്ഷന്. അപ്പോൾ ഇത് ഡിക്രീസ് ചെയ്യണം. അപ്പോൾ ഇത് നെഗറ്റീവ് കോറിലേഷനാണ്. ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് ഇത് പോസിറ്റീവ് കോറിലേഷനാണ്. ഇവിടെ എന്താ ചെയ്യുന്നത്? എക്സ് കൂടുമ്പം വൈ കുറയുക ചെയ്യുന്നത്. ഇവിടെ എക്സ് കൂടുമ്പം വൈയും കൂടുക ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പോസിറ്റീവാണ്, ഇവിടെ നെഗറ്റീവാണ്. ഇവിടെ പിന്നെ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ഒന്നുമല്ല, ഒരു സ്ട്രെയിറ്റ് ലൈനോട് അടുത്ത് കിടക്കുന്ന ഏകദേശ രീതിയിലാണ്. എനിവേ അത് ഇൻക്രീസിങ് ആണ്, അതായത് എക്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വൈയും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പോസിറ്റീവ് കോറിലേഷനാണ്. ഇനി ഇവിടെ ഈ R1ഉം -1 ഒക്കെ എന്താണെന്ന് പറയാം. പിന്നെ ഇത് നമ്മൾ ഇത് പറഞ്ഞ പോലെ തന്നെ ഇത് താഴത്തേക്കാണ് അതിൻ്റെ ഡയറക്ഷൻ, അതായത് എക്സ് കൂടുമ്പോൾ വൈ കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നെഗറ്റീവ് കോറിലേഷനാണ്. ഇനി ഈ 2 ഗ്രാഫ് നോക്കിയാൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊരു സർക്കുലർ ഇതിലാണ് മൂവ് ചെയ്യുന്നത്, ഇതൊരു സ്കാറ്റേർഡ് ഇതായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ കോറിലേഷന് കുറവാണ് അല്ലേ, റിലേറ്റഡ് അല്ല. അവ രണ്ടും ഒരു റിലേഷനൊന്നുമില്ല, അങ്ങനെ ഇങ്ങനെയായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ കേസുകൾ, റിലേഷൻ ഇല്ലാത്ത കേസിൽ അവിടുത്തെ റിലേഷൻ കോഎഫിഷ്യൻറ്റ് നമ്മൾ 0 ആയിട്ടാണ് എടുക്കുന്നത്. പിന്നെ ആർ ദ പോയിൻറ്റ്സ് ഇവിടെ ഫസ്റ്റത്തെ ഫിഗറിൽ, ഈ ഫിഗർ 1ലും ഫിഗർ 2ലും നമ്മൾ പറഞ്ഞില്ലേ സ്ട്രൈറ്റ് ലൈനും ഇവിടെ സ്ട്രൈറ്റ് ലൈനാണ്. അപ്പോൾ സ്ട്രൈറ്റ് ലൈനിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ ഇൻ ദിസ് കേസ് കോറിലേഷൻ ഈസ് പെർഫെക്റ്റ്. അപ്പോൾ സ്ട്രൈറ്റ് ലൈൻ ആണ് അവ തമ്മിൽ റിലേഷൻ എങ്കിൽ കോറിലേഷൻ പെർഫെക്റ്റ് ആണെന്ന് പറയും. ആൻഡ് R = 1. R = 1 എന്ന് പറയുമ്പോൾ പെർഫെക്റ്റ് ആയതുകൊണ്ട് നമ്മൾ സ്ട്രൈറ്റ് ലൈൻ ആണെങ്കിൽ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എന്താ കൊടുക്കുക? 1. അത് നമുക്ക് ഗ്രാഫിന് ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. അതായത് സ്ട്രെയിറ്റ് ലൈനിൻ്റെ കേസിലും മാത്രം, സ്ട്രെയിറ്റ് ലൈനിൻ്റെ കേസിലും ഇങ്ങനത്തെ റിലേറ്റഡ് അല്ലാത്ത കേസിലും മാത്രമേ നമുക്ക് കോഎഫിഷ്യൻ്റ് പറയാൻ പറ്റുന്നുള്ളൂ. ഇങ്ങനത്തെ റിലേറ്റഡ് അല്ലെങ്കിൽ 0, സ്ട്രെയിറ്റ് ലൈൻ ഇൻക്രീസിങ് പോസിറ്റീവ് കോറിലേഷൻ ആണെങ്കിൽ 1, നെഗറ്റീവ് കോറിലേഷൻ ആണെങ്കിൽ -1.
അപ്പോൾ അത് മാത്രമേ നമുക്ക് സ്കാറ്റർ ഡയഗ്രത്തിൽ നിന്ന് പറയാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു നേച്ചർ അറിയാം. സ്ട്രെങ്ത്ത് നമുക്ക് ഇപ്പോൾ ഈ കേസിലൊന്നും നമുക്ക് എത്ര ഉണ്ട്, എത്ര ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് സ്ട്രെങ്ത്ത് നമുക്ക് കിട്ടണില്ല. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ അടുത്ത കോഎഫിഷ്യൻറ്റ് പഠിക്കാൻ പോകുന്നത്, കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്. അപ്പോൾ സ്കാറ്റർ ഡയഗ്രാം ഗീവ്സ് us only a rough idea of how the two variables x and y are related. അപ്പോൾ ഒരു റഫ് ഐഡിയ നമുക്ക് കിട്ടുന്നുള്ളൂ. ആ ഒരു എന്താ പറയുക, ഒരു മെഷർ നമുക്ക് കിട്ടുന്നില്ല, എത്രത്തോളം അവർ റിലേറ്റഡ് ആണ് എന്നുള്ളൊരു മെഷർ നമുക്ക് കിട്ടുന്നില്ല. We cannot draw defensible conclusions by merely examining data from the scatter diagram. In other words, we cannot simply look at a scatter diagram and conclude that since more than half of the points appear to be nearly in a straight line. അപ്പോൾ ചിലപ്പോൾ കുറേ പോയിൻറ്റ്സ് സ്ട്രെയിറ്റ് ലൈനിനോട് അടുത്ത് കിടക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ നമുക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ഒരു പക്ഷേ പറയാം. പക്ഷെ അതിന് എത്രത്തോളം ഒരു ഡിഗ്രി നമുക്ക് പറയാൻ പറ്റില്ല. ദർ ഇസ് നോ കോറിലേഷൻ അറ്റ് ആൾ. അതായത് ഇവിടെ നമുക്ക് ദർ ഇസ് എ പോസിറ്റീവ് ഓർ നെഗറ്റീവ് കോറിലേഷൻ ബിറ്റ്വീൻ ദ വേരിയബിൾസ്. ഓൺ ദി അതർ ഹാൻഡ് നെയ്തർ ക്യാൻ ബി കൺക്ലൂഡ് ദാറ്റ് ദർ ഇസ് നോ കോറിലേഷൻ അറ്റ് ആൾ. അപ്പോൾ നമുക്ക് കോറിലേഷൻ ഇല്ല എന്ന് കാണിക്കാനെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ വി നീഡ് എ ഒരു റെപ്രസെൻറ്റഡ് ബൈ എ നമ്പർ, അതായത് ഒരു നമ്പർ വേണം, വിച്ച് ഈസ് എ മെഷർ ഓഫ് ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് എക്സ് ആൻഡ് വൈ ആർ റിലേറ്റഡ്. എക്സും വൈയും എത്രത്തോളം റിലേറ്റഡ് ആണ് നടക്കുന്ന ഒരു ക്വാണ്ടിറ്റി, ഒരു നമ്പർ വേണം നമുക്ക്. അപ്പോഴാണ് നമുക്ക് ഒന്നും കൂടി കൃത്യമാവുക. അപ്പോൾ ദ ക്വാണ്ടിറ്റി ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദിസ് പേർപ്പസ് ഈസ് നോൺ ആസ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ആ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷനെ ആർ വെച്ചിട്ടും ഡിനോട്ട് ചെയ്യും. ഇനി എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ ആണെങ്കിൽ ആർ എക്സ് വൈ അങ്ങനെയും ഡിനോട്ട് ചെയ്യും. ദ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ആർ എക്സ് വൈ മെഷേഴ്സ് ദ ഡിഗ്രി ഓർ എക്സ്റ്റെൻറ്റ് ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ് എക്സ് ആൻഡ് വൈ. അവ തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഡിഗ്രിയാണ് മെഷർ ചെയ്യുന്നത്. ആൻഡ് ഈസ് ഗിവൺ ബൈ ദ ഫോർമുല. അപ്പോൾ എന്താണ് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് കാണാനുള്ള ഫോർമുല? ആർ എക്സ് വൈ ഈക്വൽ ടു, അത് കാൾ പിയേഴ്സൻ്റെ കോഎഫിഷ്യൻ്റ് ആട്ടോ ഈ പറയുന്നത്, സമ്മേഷൻ ഐ വാരീസ് ഫ്രം 1 to n എക്സ് ഐ മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ ഐ മൈനസ് വൈ ബാർ ബൈ എൻ സിഗ്മ എക്സ് സിഗ്മ വൈ, വേർ എക്സ് ഐ ആൻഡ് വൈ ഐ ആർ ദ ടു സെറ്റ്സ് ഓഫ് വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ റെസ്പെക്റ്റീവ്ലി. അപ്പോൾ നമുക്ക് രണ്ട് സെറ്റ്സ് തന്നിട്ടുണ്ടാവും. എക്സിന് കുറച്ച് വാല്യൂസ് തന്നിട്ടുണ്ടാവും, വൈന് കുറച്ച് വാല്യൂസ് തന്നിട്ടുണ്ടാവും. ആ വാല്യൂസാണ് എക്സ് ഐ കൊണ്ടും വൈ ഐ കൊണ്ടും ഉദ്ദേശിക്കുന്നത്. പിന്നെ എക്സ് ബാറും വൈ ബാറും നമുക്കറിയാം അരിത്തമെറ്റിക് മീനുകൾ. സിഗ്മ എക്സ് സിഗ്മ വൈ എന്താണ്, അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് ആണ്. അപ്പോൾ അതിനുള്ള ഫോർമുലാസൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പഠിച്ചത് തന്നെയാണ്. ദ എബോവ് ഡെഫിനേഷൻ ഓഫ് ദ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് വാസ് ഗിവൺ ബൈ കാൾ പിയേഴ്സൺ ഇൻ 1890 ആൻഡ് ഈസ് കോൾഡ് കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ആഫ്റ്റർ ഹിസ് നെയിം. അപ്പോൾ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻറ്റ് ഓഫ് കോറിലേഷൻ ആണ് ഇത്. അപ്പോൾ ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ഇന്ന് ഏതായാലും ഇത്രയും മതി. ഇനി നമുക്ക് കുറച്ചും കൂടി ഡെഫിനേഷൻസും കാര്യങ്ങളൊക്കെ പഠിക്കാണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. പിന്നെ അതിൻ്റെ പ്രോബ്ലംസൊക്കെ ഉണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.